പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്രോസ്തനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. സ്നേഹമുള്ളവരെ, ഈസ്റ്റർ ഞായർ കഴിഞ്ഞ് ആദ്യത്തെ വെള്ളിയാഴ്ചയായ ഇന്നേ ദിവസം സങ്കീർത്തനങ്ങളിലൂടെയും കരുണയുടെ നൊവേനയിലൂടെയും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനായി എന്നോടൊപ്പമായിരിക്കുന്ന നിങ്ങളെവരെയും ഞാൻ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ആ കരതാരിൽ മുഖമൊന്നമർത്തി ഒന്നു കരയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ തിരുഹൃദയ കാരുണ്യത്തണലിൽ ഒന്നു മയങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. കാൽവരിനാഥ കരുണാമയ കനിയേണമേ ലോകനാഥ. കാൽവരിനാഥ കരുണാമയ കനിയേണമേ സ്നേഹനാഥ. ഇന്ന് നമുക്ക് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 15-ാം തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. യേശുനാഥൻ അവസാനമായി നമ്മോട് ആവശ്യപ്പെട്ട ആ ഒരു വചനമാണ് ഞാൻ ഈ ഒരു ചെറിയ ഒരു സുവിശേഷ വേല തന്നെയായി കണക്കാക്കാം. എന്തെല്ലാം പരിഹാസങ്ങൾ അതിനാലെ ഞാൻ കേൾക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം ഞാൻ യേശുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ തിരുമുറിവുകളുടെ ഇടയിൽ എന്നെ മറച്ചുകൊള്ളണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കരുണാപൂർവ്വം എൻ്റെ നേരെ കനിയണമേ യേശുവേ എന്ന് ഞാൻ അങ്ങയുടെ കരുണക്കടലിൽ എന്നെയും മുക്കിയെടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഞാൻ എൻ്റെ പ്രാർത്ഥനയിലേക്ക് കടക്കുകയാണ്. പ്രാർത്ഥിക്കുവാൻ യാതൊരു യോഗ്യതയും ഇല്ലാത്തവളാണ് ഞാൻ. എനിക്ക് പരിശുദ്ധാത്മാവ് നൽകിയ പ്രേരണ കൊണ്ടാണ് അതിനായി ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ എനിക്കുണ്ടാകുന്ന പരിഹാസങ്ങളും നിന്ദനങ്ങളും എല്ലാം ഞാൻ യേശുവിന് തന്നെ സമർപ്പിക്കുകയാണ്. ആദ്യം നമുക്ക് 139-ാം സങ്കീർത്തനം ആണ് പ്രാർത്ഥിക്കേണ്ടത്. സങ്കീർത്തനങ്ങൾ 139. എല്ലാം കാണുന്ന ദൈവം. ഗായക സംഘ നേതാവിന് ദാവീദിൻ്റെ സങ്കീർത്തനം. കർത്താവേ, അവിടെ നിന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. ഞാനിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടെ നിന്ന് അറിയുന്നു. എൻ്റെ വിചാരങ്ങൾ അവിടെ നിന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു. എൻ്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം. ഒരു വാക്കെൻ്റെ നാവിൽ എത്തുന്നതിന് മുൻപ് തന്നെ കർത്താവേ, അത് അവിടെ നിന്ന് അറിയുന്നു. മുൻപിലും പിൻപിലും അവിടെ നിന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു. അവിടുത്തെ കരം എന്നെ താങ്ങുന്നു. ഇതാ, ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു. എനിക്ക് അപ്രാപ്യമാമിതം അത് ഉന്നതമാണ്. അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും? അങ്ങയുടെ സന്നിധി വിട്ട് ഞാൻ എവിടെ ഓടിയൊളിക്കും? ആകാശത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട്. ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അങ്ങ് അവിടെയുമുണ്ട്. ഞാൻ പ്രഭാതത്തിൻ്റെ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ ആഴത്തിൽ ചെന്ന് പതിച്ചാൽ, സമുദ്രത്തിൻ്റെ അതിർത്തിയിൽ ചെന്ന് വസിച്ചാൽ അവിടെയും അങ്ങയുടെ കരം എന്നെ താങ്ങി നിർത്തും. അങ്ങയുടെ വലത്ത് കൈ എന്നെ പിടിച്ചു നടത്തും. ഇരുട്ടെന്നെ മൂടട്ടെ, എൻ്റെ ചുറ്റുമുള്ള പ്രകാശം ഇരുട്ടായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ട് പോലും അങ്ങേക്ക് ഇരുട്ടായിരിക്കുകയില്ല. രാത്രി പകൽ പോലെ പ്രകാശപൂർണമായിരിക്കും. എന്തെന്നാൽ അങ്ങേക്ക് ഇരുട്ട് പ്രകാശം പോലെ തന്നെയാണ്. അവിടെ നിന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടെ നിന്ന് എന്നെ മെനഞ്ഞു. ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങെന്നെ വിസ്മയനീയമായി സൃഷ്ടിച്ചു. അവിടുത്തെ സൃഷ്ടികൾ അത്ഭുതകരമാണ്. എനിക്കത് നന്നായി അറിയാം. ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ രൂപം അങ്ങയ്ക്ക് അജ്ഞാതമായിരുന്നില്ല.
എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. ദൈവമേ, അവിടുത്തെ ചിന്തകൾ എനിക്കെത്ര അമൂല്യമാണ്, അവ എത്ര വിപുലമാണ്. ഞാൻ എണ്ണാൻ നോക്കിയാൽ അവ മണൽത്തരികളേക്കാൾ അധികമാണ്. ഉണരുമ്പോൾ ഞാൻ അങ്ങയുടെ കൂടെ ആയിരിക്കും. ദൈവമേ, അവിടുന്ന് ദുഷ്ടനെ നിഗ്രഹിച്ചെങ്കിൽ, കൊലയാളികൾ എന്നെ വിട്ടകന്നെങ്കിൽ, അവർ അങ്ങയെ നീചമായി ധിക്കരിക്കുന്നു, അങ്ങയുടെ നാമത്തെ ദുഷിക്കുന്നു. കർത്താവേ, അങ്ങയെ വെറുക്കുന്നവരെ ഞാൻ വെറുക്കുന്നില്ലയോ? അങ്ങയെ എതിർക്കുന്നവരെ ഞാൻ ദ്വേഷിക്കുന്നില്ലയോ? ഞാൻ അവരെ പരിപൂർണമായി വെറുക്കുന്നു, അവരെ ശത്രുക്കളായി ഞാൻ പരിഗണിക്കുന്നു. ദൈവമേ, എന്നെ പരിശോധിച്ച് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ വിചാരങ്ങൾ മനസ്സിലാക്കണമേ. വിനാശത്തിൻ്റെ മാർഗത്തിലാണോ ഞാൻ ചരിക്കുന്നതെന്ന് നോക്കണമേ. ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം ആദ്യ ക്രൈസ്തവ സമൂഹം എന്ന ഭാഗം മുതലാണ് നമുക്കിന്ന് വായിക്കേണ്ടത്. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റപ്പസ്തോലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവ് തൻ്റെ അടുക്കലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. അവൻ മറ്റു പല വചനങ്ങളാലും അവർക്ക് സാക്ഷ്യം നൽകുകയും ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കുവിൻ എന്ന് ഉപദേശിക്കുകയും ചെയ്തു. അവൻ്റെ വചനം ശ്രവിച്ചവർ സ്നാനം സ്വീകരിച്ചു. ആ ദിവസം തന്നെ 3000-ഓളം ആളുകൾ അവരോട് ചേർന്നു. അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താൽപ്പര്യപൂർവ്വം പങ്കുചേർന്നു. എല്ലാവരിലും ഭീതി ഉളവായി. അപ്പസ്തോലന്മാർ വഴി പല അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു. വിശ്വസിച്ചവർ എല്ലാവരും ഒരു സമൂഹമാവുകയും തങ്ങൾക്കുണ്ടായിരുന്നവയെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു. അവർ തങ്ങളുടെ സ്വത്തുക്കളും വസ്തുവകകളും വിറ്റ് ആവശ്യാനുസരണം എല്ലാവർക്കുമായി വീതിച്ചു. അവർ ഏക മനസ്സോടെ താൽപ്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. അവർ ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ മനുഷ്യരുടെയും സംപ്രീതിക്ക് പാത്രമാവുകയും ചെയ്തു. രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവ് അവരുടെ ഗണത്തിൽ പ്രതിദിനം ചേർത്തുകൊണ്ടിരുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഇനി അടുത്തത് കരുണയുടെ ജപമാല. കരുണയുടെ നൊവേനയുടെ 9-ാം ദിവസമായി. ഇന്ന് ദൈവകരുണയുടെ നൊവേനയുടെ 8-ാം ദിവസമാണ്. നാളെയാണ് 9-ാം ദിവസത്തെ നൊവേന ചൊല്ലേണ്ടത്. ഇന്ന് നമുക്ക് ഈശോയുടെ വാക്കുകൾ ശ്രവിക്കാം. ഈശോയെ, സർവ്വലോകത്തിനും ജീവൻ്റെ ഉറവയും കരുണയുടെ കടലും തുറന്നു തന്നുകൊണ്ടാണല്ലോ അങ്ങ് മരണം പ്രാപിച്ചത്. ജീവൻ്റെ സംഭരണിയും അളവില്ലാത്ത കാരുണ്യത്തിൻ്റെ ഉറവിടവും ആയ ഈശോയെ, സർവ്വലോകത്തെയും അങ്ങ് ആകരണം ചെയ്യണമേ. ഞങ്ങൾ അങ്ങയിൽ പൂർണ്ണമായി, അങ്ങയുടെ അനുഗ്രഹം ഞങ്ങളിൽ പൂർണ്ണമായി ചൊരിയണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാനങ്ങിൽ ശരണപ്പെടുന്നു. നമുക്ക് ഈശോയുടെ വാക്കുകൾ ശ്രവിക്കാം. ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കുന്ന ആത്മാക്കളെ ഇന്ന് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. എൻ്റെ കരുണാസാഗരത്തിൽ അവരെ മുക്കിയെടുക്കുക. ഞാനേറെ സ്നേഹിക്കുന്നവരാണ് ഈ ആത്മാക്കൾ. അവർക്ക് ആശ്വാസം നൽകുന്നതിനുള്ള ശക്തി നിങ്ങൾക്കാണുള്ളത്. എൻ്റെ സഭയുടെ നിക്ഷേപാലയത്തിലുള്ള എല്ലാ ദണ്ഡവിമോചനങ്ങളും അവർക്കായി സമർപ്പിക്കുക. അവരെ ഈശോയുടെ കരുണയ്ക്ക് മുന്നിൽ സമർപ്പിക്കാം. ഈശോയുടെ ഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാനങ്ങിൽ ശരണപ്പെടുന്നു. ഇങ്ങനെ 3 പ്രാവശ്യം ചൊല്ലുക. അടുത്തത് കരുണയുടെ ജപമാല ആവർത്തിച്ചു. കരുണയുടെ ജപമാല കൂടി ചൊല്ലിയാൽ ഈ നൊവേന പ്രാർത്ഥന, 8-ാം ദിവസത്തെ ഈ നൊവേന പ്രാർത്ഥന പൂർത്തിയാകും. എന്നോടൊപ്പം ഈ നിമിഷങ്ങൾ അത്രയും ആയിരുന്ന നിങ്ങൾ ഓരോരുത്തരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് യേശുവിനോട്
ചേർന്ന് നിൽക്കാം. ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളിലും പരിഹാസങ്ങളുമെല്ലാം അവിടുത്തെ തിരുമുറിവുകളോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്കായിരിക്കാം. നന്ദി. സ്നേഹപൂർവ്വം